ഭാരതത്തെ ആഗോള ബഹിരാകാശ ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രൊഫഷണലുകൾക്ക് ഇന്ത്യ സ്റ്റാർട്ടപ്പുകളിലും സ്പേസ് ഏജൻസിയിലും അവസരം ലഭ്യമാക്കും. ബഹിരാകാശ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ധൈര്യം കാണിച്ച യുവാക്കൾ രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ മേഖലയിലെ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. भारत की कोई स्टार्टअप से जुड़ जाओ, भारत की कोई स्पेस एजेंसी से जुड़ जाओ, मैं पक्का मानता हूं जी, पूरा टैलेंट पूल जो है एक मैग्नेट की तरह आपके कारण हम खींच सकते हैं और वो हमारी एक बहुत बड़ी ताकत बन सकता है. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകുന്നത്. നന്ദൻ, ഇന്ന് ദേശീയ ബഹിരാകാശ ദിനത്തിൽ പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ്? ഗൗതം, ദേശീയ ബഹിരാകാശ ദിനവുമായി ബന്ധപ്പെട്ട് ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന കമ്പനികളുടെ സിഇഒമാരും അതേപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആരും കടന്നു വരാൻ മടിക്കുന്ന വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഈ സംരംഭകരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മാത്രമല്ല, ഈ മേഖലയിൽ സംരംഭകർ ഒറ്റയ്ക്കാകില്ല, സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നുള്ളത് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള ശാസ്ത്ര പ്രതിഭകളെ ഭാരതത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ഇത്തരം സ്റ്റാർട്ടപ്പുകൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അങ്ങനെ ലോക രാജ്യങ്ങളാകെ ഭാരതത്തിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഈ സ്പേസ് മേഖലയിലേക്ക് ഉറ്റുനോക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ISRO പോലുള്ള ഏജൻസികളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാരതത്തെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്പേസ് മേഖല ഒരു കാന്തം പോലെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ സംരംഭകരെ ആകർഷിക്കുകയാണ് എന്നുള്ളതും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കുറഞ്ഞ വിലയിലും അതേപോലെ തന്നെ ഉയർന്ന ഗുണമേന്മ ഉള്ള പ്രൊഡക്റ്റുകളും ഈ ബഹിരാകാശ മേഖലയിലേക്ക് നിർമ്മിച്ച് നൽകുവാൻ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സാധിക്കുമെന്നുള്ളത് പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഒരു തരത്തിലും ഈ സ്റ്റാർട്ടപ്പുകളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംരംഭകരെ ഭാരതം ഒറ്റപ്പെടുത്തില്ല, അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭാരതം പ്രവർത്തിക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഗൗതം.